നമസ്കാരം. ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. ഈ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിൻ്റെ വായ്മൊഴി വഴക്കവും നാവിൻ്റെ കുഴപ്പവും അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളുമെല്ലാം പണ്ടേ ഇത്തരത്തിലുള്ള കേസുകൾ ഒട്ടേറെ വരേണ്ടതാണ്. പക്ഷേ ഹണി റോസ് എന്ന നടി പരാതിയുമായി എത്തിയപ്പോഴാണ് സംഭവം നമ്മുടെ ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂർ കോടതി കയറിയത്. ഈ ഒരു വിവാദം ഇപ്പോൾ കത്തി നിൽക്കുകയാണ് സകല ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും. അതുകൊണ്ട് പണി കിട്ടിയത് നമ്മുടെ നിലമ്പൂർ MLA PV അൻവറിനാണ്. അൻവറിക്ക ഒരുപാട് പണിയെടുത്തു കൊണ്ടുവന്ന ഒരു വലിയ ബിൽഡപ്പാണ് ഈ ഒരു വാർത്തയോടുകൂടി തകർന്നടിഞ്ഞ് തരിപ്പണമായത്. നടി ഹണി റോസ് ഈ ഒരു പരാതിയുമായി എത്തുന്നതിന് തൊട്ടു മുമ്പ് വരെ അൻവർക്കയായിരുന്നു ഹീറോ. അങ്ങനെ അൻവർക്കയെ ചില മാധ്യമങ്ങളും ഹീറോയാക്കി. തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ഒരു ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞത് ഒരു നല്ല വഴിയായി അൻവർക്ക എടുത്തു. അതിനുവേണ്ടി പ്രതിഷേധിക്കുവാൻ ആദ്യം നോക്കി. അതിന് ആളെ കിട്ടാതായപ്പോൾ അൻവർക്ക കുറച്ച് ആളുകളെയും കൊണ്ട് നേരെ ഫോറസ്റ്റ് ഓഫീസിൽ കയറി അതിക്രമം കാണിച്ചു. ഈ അതിക്രമത്തിൽ പോലീസ് കേസെടുത്തു എന്ന് മാത്രമല്ല, ഉടൻ തന്നെ നമ്മുടെ അൻവർക്കയുടെ വീടും വളഞ്ഞു. പോലീസ് വീട് വളഞ്ഞപ്പോൾ മുതൽ വാർത്ത കൊടുത്ത് മരിക്കുകയായിരുന്നു പല ചാനലുകളും. അതിൽ നമ്മുടെ മരമുറി ചാനൽ അർദ്ധരാത്രി 12 മണി വരെ ലൈവ് ഇട്ടുകൊണ്ട് തന്നെയിരുന്നു. ആ ചാനലിലെ നമ്മുടെ തലമുടിയില്ലാത്ത ചേട്ടൻ 12 മണി വരെ ഉറക്കമൊളിച്ച് അൻവർക്കയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കൊപ്പം നിന്നു. ഓരോ മണിക്കൂറിലും ഓരോ കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഇദ്ദേഹം അൻവറിനോടുള്ള പിന്തുണ എങ്ങനെയാണെന്ന് ചോദിച്ചു. രാത്രി ഷുഗറിനൊക്കെ മരുന്ന് കഴിച്ച് കിടക്കുന്ന പാവം നേതാക്കന്മാരെല്ലാവരെയും എഴുന്നേൽപ്പിച്ച് അൻവറിനുള്ള പിന്തുണയും ഈ ചേട്ടൻ ഉറപ്പാക്കി. നമ്മുടെ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമൊക്കെ ഈ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഈ ബിൽഡപ്പിലെ അവസാനത്തെ ക്ലൈമാക്സിൽ അൻവർ ജയിലിലെത്തി. പിറ്റേ ദിവസം അൻവറിന് ജാമ്യവും ലഭിച്ചു. മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടുന്ന UDF മുന്നണി അൻവറിനോടൊപ്പമാണ് എന്നുള്ളത് അവർ ഉറപ്പിച്ചു വെച്ചു. അപ്പോഴാണ് നമ്മുടെ ഹണി റോസിൻ്റെ വരവ്. ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു. 30 മണിക്കൂറുകളോളം ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വയ്ക്കുന്നു. കോടതിയിലേക്ക് എത്തുന്നു. ഇങ്ങനെ പോകുകയാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വാർത്ത. അതിനിടയ്ക്ക് നമ്മുടെ അൻവർക്കയുടെ ബിൽഡപ്പ് ആവിയായി പോയതാണ് ഏറ്റവും വലിയ കോമഡി. പക്ഷേ അൻവർക്ക അങ്ങനെ തോറ്റുപോകുന്ന ടീമൊന്നുമല്ല. അങ്ങനെയാണ് അൻവറിൻ്റെ ഒരു സ്റ്റൈല്. UDFിലെത്തിയാൽ മരിക്കും വരെ കൂടെ നിൽക്കുമെന്നാണ് അൻവർക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന പണ്ട് അൻവർക്ക കൂടെ ഉണ്ടായിരുന്ന LDF മുന്നണിയെ 10 സീറ്റിലേക്ക് താഴ്ത്തുമെന്നാണ് അൻവർക്കയുടെ പുതിയ പ്രഖ്യാപനം. ഈ 10 സീറ്റ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാലാണ് കുഴപ്പം. മിക്കവാറും 10ൽ നിലമ്പൂർ ഉണ്ടാകും അല്ലേ അൻവർക്ക? ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അൻവർക്കയെ കോൺഗ്രസിലേക്ക് എടുക്കുന്ന കാര്യം കുറച്ചുകൂടി വൈകി തീരുമാനിച്ചാൽ മതി എന്നാണ് കോൺഗ്രസ്സുകാരുടെ തീരുമാനം. അൻവർക്കയ്ക്ക് ധൃതി ഉണ്ടാവും, പക്ഷേ കോൺഗ്രസിന് വൈകി വന്നാൽ മതി അൻവർ. എന്നാൽ നമ്മുടെ മുസ്ലിം ലീഗിന് അൻവറിനോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അൻവർ സാദിഖ് അലി തങ്ങളെ സന്ദർശിച്ചു. അങ്ങ് മലപ്പുറത്ത് പോയി. ഒപ്പം നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ പോയി കണ്ടു എന്നും അറിയുന്നു. നിലമ്പൂരിൽ കോൺഗ്രസ് സീറ്റ് കൊടുക്കില്ല എന്ന് വാദിച്ചാൽ, ആര്യാടൻ ഷൗക്കത്തിനെ അവിടുന്ന് മാറ്റില്ലെന്ന് ശടിച്ചാൽ തിരുവമ്പാടിയോ പട്ടാമ്പിയോ കൊടുക്കാം. പട്ടാമ്പി അൻവറിന് അത്ര ഇഷ്ടമല്ല. തിരുവമ്പാടിയാണെങ്കിൽ ഒന്ന് നോക്കാമെന്ന് അരസമ്മതം അൻവറിനുണ്ട് എന്നും കേൾക്കുന്നു. എന്തായാലും മുസ്ലിം ലീഗിന്റെ റഫറൻസോടുകൂടി അൻവർ വീണ്ടും കോൺഗ്രസ്സുകാരനാവുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. കോൺഗ്രസിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരൊറ്റ നേതാവും അൻവറിനെ ഇനി അങ്ങോട്ട് അടുപ്പിക്കില്ല. അടുപ്പിച്ചാൽ അവരൊന്നും കോൺഗ്രസ്സുകാരാണെന്ന് അവർക്ക് വോട്ട് ചെയ്യുന്നവർ കരുതില്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിന്റെ പരമോന്നത നേതാവ് എന്ന് ഇന്നറിയപ്പെടുന്ന നമ്മുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ ആളാണ് അൻവർ. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ DNAയുടെ കാര്യവും മറ്റ് കോൺഗ്രസിനെ തെറി പറഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് സോഷ്യൽ മീഡിയ അടക്കം അർമാദിക്കും. അങ്ങനെ അർമാദിക്കുമ്പോഴേക്കും നിയമസഭ തെരഞ്ഞെടുപ്പുമാവും. അപ്പോൾ അൻവറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗുണമല്ല ദോഷമാവും ഫലമെന്ന് തലയിൽ കിഡ്നിയുള്ള VD സതീശനെ പോലുള്ള പല നേതാക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അൻവർ വിഷയത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ മിണ്ടാതിരിക്കുന്നത്. എന്തായാലും അമ്പൂക്കയുടെ കാലം എങ്ങനെയാണ് എന്ന് ഇപ്പോഴും പറയാനായിട്ടില്ല. അമ്പൂക്ക കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്നാവാൻ. എന്തെങ്കിലുമൊക്കെ ആവുമോ എന്നുള്ളതും ആക്കുമോ എന്നുള്ളതും ആയോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണാം. അൻവർക്കയ്ക്കും ആശംസകൾ നേരുന്നു.
നന്ദി, നമസ്കാരം.